മണക്കുന്നതാണ്. അയ്യോ അയ്യോ പോയി പോയി പോയി. സാമേ, എന്തിരിപ്പായത്? ഇതാണ് മലാസനം. മലം പുറത്തോട്ട് പോകണേ, ആഹാരം വല്ല അകത്തോട്ട് പോകണ്ടേ? എന്താണ് ഞാൻ ചോദിച്ചത്, നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നാക്കിയാലോ? ഇപ്പോൾ കരിയിച്ചല്ലേ? നീ എങ്ങനെ അറിഞ്ഞു? എനിക്ക് സ്മെല്ല് കിട്ടി. എടാ ഭയങ്കര നിന്റെ ഒരു മൂക്ക്. നിനക്ക് വല്ലപ്പോഴും പാർട്ട് ടൈം ആയിട്ട് പോലീസ് പോയിക്കൂടെ? പട്ടിക്കൊരു റെസ്റ്റ് ആവുമല്ലോ. നീ മിണ്ടാവും പൊക്കെ. അവൻ രാവിലെ കഴിക്കാനുള്ളതെല്ലാം കരിച്ചു പോച്ച് വെച്ചിട്ട്. എടാ നീ ഒന്നും എന്നെ ഒന്നും സഹായിക്കും പോലും ഇല്ലല്ലോ. എല്ലാ പണിയും ഒറ്റക്കെടുത്തതേ എൻ്റെ നടു ഒടിഞ്ഞു. ആ പെമ്പിള്ളേരോട് ഉണ്ടായിരുന്ന പിച്ചിരി അടുക്കും ചിട്ടെങ്കിലും ഉണ്ടായിരുന്നു. ഒരുത്തം ഇതുവരായിട്ട് ഉറക്കം എഴുതിട്ടും പോലില്ല. അതെ, അപ്പം പിള്ളേരുണ്ടായിരുന്നപ്പോൾ വയൽ വെച്ച് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കുമായിരുന്നു. അപ്പം നീ പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്നതും കഴിക്കാൻ കൊള്ളൂലെന്നാണോ? അതെ. അത്രക്കായ? അവിനാശേ 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 അവിനാശ്. ആ എന്താടാ രാവിലെ എടുത്ത് ഉറക്കൂല നീ ഒന്നും? എടാ ഈ തെണ്ടി പറയാണ് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊന്നും കഴിക്കാൻ കൊള്ളൂലെന്ന്. ശരിയാണ്, ഇടയ്ക്കായിട്ട് നീ ഉണ്ടാക്കുന്ന ഫുഡൊന്നും കഴിക്കാൻ കൊള്ളൂല. എടാ നീ ഒന്നും പണ്ടിങ്ങനല്ലോ പറഞ്ഞോണ്ടിരുന്നു. അന്നൊക്കെ നീ നന്നായിട്ട് കുക്ക് ചെയ്യായിരുന്നു. എടാ അന്ന് എന്നെ സഹായിക്കാൻ ഈ വീട്ടിൽ 2 പെൺകുട്ടികളുണ്ടായിരുന്നു. നിനക്കൊന്നും അടുക്കളയിൽ കയറി ഒരു സ്പൂൺ കഴിക്കാൻ പരിചയം പോലില്ലല്ലോ. പിന്നെ കുറ്റം പറയാൻ എല്ലാവർക്കും 100 നാവ് കാണും. ഇവിടെ ആൾക്കാർ കുറഞ്ഞേ ഉള്ളൂ, പണിക്കൊരു കുറവുമില്ല. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ഒന്നുകിൽ നിങ്ങൾ ആരെങ്കിലും എന്നെ വീട്ടു ജോലികളിൽ സഹായിക്കണം, അല്ലെങ്കിൽ ഇവിടെ സഹായത്തിനൊരാളെ അപ്പോയിന്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങനെ ഇടന്ന് ഉറങ്ങിയാൽ ശരിയാവില്ല. കുറച്ചുകൂടി നേരത്തെ എണീറ്റ് തുടങ്ങണം. ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്താലോ എന്ന് ആലോചിക്കണായിരുന്നു. എന്നാൽ ഞാനും വരടാ. അത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഈ അടുക്കളയിലെ കാര്യം എന്ത് ചെയ്യുന്നു പറ. ഒരു അടുക്കളയും മരാസനം ഒന്നും പറഞ്ഞില്ല. ഹലോ, ഒന്നും പറയണ്ട ചേച്ചി. ഇന്ന് രാവിലെ ഇന്നലത്തെ സാമ്പാർ ചൂടായി കഴിച്ചിട്ടാണ് പോകുന്നത്. ആ റവ് മുഴുവൻ കരിച്ചു കളഞ്ഞു. എല്ലാം കൂടി അവനെ കൊണ്ട് പറ്റുണ്ടാവില്ലടാ. ചേച്ചി ആരെങ്കിലും ഒന്ന് ശരിയാക്കി തരുമോ? നമ്മുടെ അടുത്ത് ആളൊക്കെ ഉണ്ട്. ആണോ? എന്താ നല്ല വൃത്തിയൊക്കെയുള്ള ആളാണോ? പിന്നെ വീടൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കും, ഫുഡും അടിപൊളിയായിട്ട് ഉണ്ടാക്കും. എന്നാ പിന്നെ ഒന്ന് സെറ്റാക്കി തയ്ച്ചു. ഞാൻ ഇന്ന് തന്നെ പറഞ്ഞു വിട്ടേക്കാം. പിന്നെ ശമ്പളത്തിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ പറഞ്ഞ് സംസാരിച്ചോളണോട്ടെ. ശമ്പളമൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണോട്ടാ. അയാൾക്ക് ഒരുപാട് പ്രാരാബ്ദങ്ങളൊക്കെ ഉള്ളതാണ്. ശമ്പളം ഒന്നൊരു പ്രശ്നമല്ല. നല്ല ആളാണെങ്കിൽ എത്ര രൂപ വേണമെങ്കിലും കൊടുക്കാം, നോ പ്രോബ്ലം. ഓവറാക്കല്ലേ? ആളൊക്കെ നല്ലതാ, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഒരു മിനിറ്റ് ആടാവി ഒന്ന് ഹോൾഡ് ചെയ്യടാ. ചേച്ചി പറഞ്ഞു കേട്ടോ, ചെറിയ പ്രശ്നമൊന്നുമില്ലാതെ ആരെങ്കിലും ഉണ്ടാ? ഓക്കെ എടാ. എടാ പിന്നെ ചേച്ചിയുടെ കസ്റ്റഡിയിൽ ഒരാളുണ്ട്. ഹലോ. അവരിന്ന് അങ്ങോട്ട് വരും. നിങ്ങളവിടെ ഉണ്ടാവില്ലേ? ഇല്ലേ? എവിടെയാന്ന്? ജിമ്മിലാ? അവനവന് പറ്റുന്ന നിക്കറിട് അവിടെ വെക്കടാ. ഞാനൊക്കെ പഴയ ജിമ്മാണ്. അത് കാണുമ്പോ തന്നെ തോന്നുന്നുണ്ട്. അതൊക്കെ പൊക്കി കൈയും കാലും ഓടിക്കണ്ട. അല്ല, ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. 10-11 മണിക്ക് ഒന്ന് കളിക്കണമെങ്കിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നാളെ ഇത്തിരി നേരത്തെ തന്നെ. യെസ്. എന്റെ അമ്മേ, ഇതിനൊക്കെ പറഞ്ഞ വെയിറ്റുണ്ടല്ലോ. രണ്ടാളും ഉണ്ടല്ലോ സാറേ. എന്തായി നമ്മുടെ സിനിമയുടെ കാര്യം? സാറ് മറ്റേ ഷോർട്ട് ഫിലിം ചെയ്തപ്പോ വിളിച്ചില്ല കേട്ടോ. അതെന്താ കെവിന്റെ ഫിസിക്കിനെ പറ്റിയ ക്യാരക്ടർ ആയിരുന്നില്ല അത്? അല്ല സാർ, അപ്പൊ ഈ പുതിയ പടം എൻ്റെ ഈ ബോഡിക്കൊക്കെ പറ്റിയായിരിക്കില്ലേ? ഏകദേശം അല്ലേ? സാർ ഈ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയോ? സ്ക്രിപ്റ്റ് ഇങ്ങനെ സ്ക്രിപ്റ്റ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നല്ലേ. പിന്നെ അതിന്റെ ഇടയിൽ നമുക്ക് ഈ ആരോഗ്യം നോക്കാൻ സമയം കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ജിമ്മിൽ വന്നിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരു തിരക്കിലാണ്. സാർ അല്ല, ഇപ്പൊ ഈ സ്ക്രിപ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആയി, കഥയൊക്കെ എങ്ങനെയായിരിക്കും? കഥ എന്ന് പറഞ്ഞാൽ DIG കഥ പറഞ്ഞു. അല്ല, ഞാൻ അതെ ഷോൾഡറിനൊന്നും അടിച്ചിട്ട് കൂൾ ഡൗൺ ആയിപ്പോയി. ഒരു 10 അടിച്ചിട്ട് പോരാ. എന്തായിരുന്നു വേണ്ടത്? കഥ അല്ലേ? കഥ എന്ന് പറയുമ്പോൾ കഥ തികച്ചും സാങ്കല്പികമാണല്ലോ. വളരെ വ്യത്യസ്തതകളുള്ളൊരു കഥയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു നായകനാണ്. സാർ ഈ നായകൻ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു അയ്യോ, നായകൻ എന്ന് പറയുന്നത് അതിക്രൂരനും കണ്ണിൽ ചോരയില്ലാത്തവനുമായ ഒരു ഗുണ്ടയാണ്. കെവിൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ചോക്ലേറ്റ് അല്ലേ? ചോക്ലേറ്റ്. അയ്യോ സാറേ, അങ്ങനെ പറയല്ലേ. ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ എല്ലാത്തരം ക്യാരക്ടർ ചെയ്യാൻ പറ്റണ്ടേ? അപ്പൊ സാറിന്റെ ഈ ക്യാരക്ടറിന് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് സാർ. എന്തും ചെയ്യല്ലേ? അല്ല, പക്ഷേ ഭയങ്കര വിപുലമായ ഒരു ഓഡീഷൻ പ്രക്രിയയ്ക്ക് ശേഷം നമുക്ക് തീരുമാനിക്കാൻ പറ്റും. പിന്നെ ഫൈനൽ തീരുമാനം എടുക്കുന്നത് ഞാനല്ല. മനസ്സിലായില്ലേ? അപ്പൊ എന്നാ പിന്നെ ഞാൻ വന്ന കാര്യങ്ങളെ അങ്ങോട്ട്. അല്ല സാർ, ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് ദിവസം അല്ലേ? അതുകൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയല്ല, ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് സാർ
അല്ല ഞാൻ പറയായിരുന്നു First ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് നമുക്ക് ബേസിക് സ്ട്രെച്ചിങ്ങും ചെറിയ വെയിറ്റ്സിൽ എക്സസൈസും ചെയ്ത് തുടങ്ങിയായിരുന്നു. അത് കുറച്ച് ടഫായാലും നല്ലത്. അയ്യോ വിളിക്കല്ല, അവൻ കിടക്കട്ടെ. ഒരുപാട് മാറിപ്പോയി. കേറി വാടാ, ലോക്ക് ചെയ്തിട്ടില്ല. എടാ പുല്ലേ, നടക്കാൻ പറ്റാത്തോണ്ടാണ്. കേറി വാടാ. ആരാണ്? കാല് ആരാ? ഞാൻ ബേബി പ്രീതി പറഞ്ഞിട്ട് വന്നതാ. ആ സാം പറഞ്ഞു ചേച്ചി വരുന്നു. ചേച്ചി വാ. ആ ശരി. ഇവിടെ നമ്മളൊരു 3 പേരാണ് ഇപ്പൊ ഉള്ളത്. 2 പേരും കൂടെ ഉണ്ട്. അവര് കുറച്ച് ദിവസം കഴിയുമ്പോ വരും. പിന്നെ ഇത് 2 ആണ് ബെഡ്റൂം ഇട്ടാ. ചേച്ചി അതും കൂടി ഒന്ന് നോക്കിക്കോ. വീട്ടിൽ പോയിട്ടെ കുഴമ്പ് തേച്ചൊന്ന് കുളിക്കണം. മേലൊക്കെ ഭയങ്കര വേദന. എടാ സൂക്ഷിക്കണം, വല്ല പനിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ നോക്ക്. അയ്യോ, ഇത് അതിൻ്റെ ഒന്നും അല്ല ഇഷ്ടാ. ഒന്ന് ജിമ്മിൽ പോയി, ഇത് കണ്ടില്ല. ആ അതാണോ? എന്നാ സാരില്ല, 2-3 ദിവസം വേനാണ്. ആണോ? അതിനുശേഷം പിന്നെ ശീലമായിക്കോളും. ആ എടാ ഞാനേ നമ്മുടെ ഷോർട്ട് ഫിലിം ഇതുപോലെ കുറച്ച് ഫിലിം ഫെസ്റ്റിവലിന് അയച്ചാലോ എന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു. അത് വളരെ നല്ലൊരു ആലോചനയാണ്. അളിയാ, ഞാനേ പോയി നിനക്ക് ചായ എടുത്തോണ്ട് വരാം. എടാ ചായ ഞാൻ എടുക്കാം. നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ഇങ്ങനെ ഇരിക്കാൻ വയ്യ, അതാണ്. അയ്യോ, എന്താടാ എന്താണ്ടാ ആണ്ടേ നീ എന്താ ആളെ നോക്കി പേടിപ്പിക്കുന്നേ? ഞാൻ നോക്കിയില്ല. നീ എന്താ ആളെ കളിയാക്കുന്ന? അപ്പൊ നീ മരയക്കലെ പൂളിക്കളയും ഞാൻ. അയ്യോ ഡേയ് സർ, എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ പെർഫോമൻസ്? എന്ത് പോരാ. എടേ നീ ആളറിയോ? ആറ് സാറേ, എൻ്റെ പേര് കെവിൻ, ഞാൻ ഒരു ആക്ടറാണ്. അപ്പോൾ നമ്മുടെ ഈ അവിനാഷ് സാറിൻ്റെ പടത്തിലേ അടുത്തൊരു ഗുണ്ടർ സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ ഈ വിവേക് ഓബ്രോയുടെ സ്റ്റൈലിൽ ഒന്ന് പിടിച്ചു നോക്കിയതാ. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്. അത്ര ശരിയായിട്ടില്ല. എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. എടാ, ഇവൻ ഒരുപാട് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അതായത് ഡയലോഗ്സ് ഒന്നും അത്ര പോരാ. പിന്നെ കുറച്ചുകൂടി ഇൻവോൾവ് ആയിട്ട് ചെയ്യണം. ഇപ്പൊ ഉദാഹരണത്തിന് അവന്റെ കരണം പോശ നല്ലൊരു അടി പൊടിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ചെയ്യണ്ട. ഇപ്പൊ ഞാൻ എന്തും ചെയ്യാം സർ. ഓക്കെ. എന്താ പേര് പറഞ്ഞു? സർ കെവിൻ. പപ്പാനി. ഞാൻ ഫിറോസ്.